എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ഇവിടെ ഇല്ല, അമ്മമ്മയുടെ ആണ്ടാണ്, 4ാമത്തെ വർഷമാണ്. അപ്പം അമ്മ അങ്ങോട്ട് പോയി ഒരിക്കലൊക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ മാത്രമല്ല, അച്ഛനും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അച്ചാച്ചനും മക്കളൊന്നും എണീറ്റിട്ടില്ല, അവർ നല്ല ഉറക്കമാണ്. നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഇത്ര നേരത്തെ എണീക്കാറൊന്നുമില്ല, അമ്മയാണ് എണീറ്റെല്ലാം ചെയ്യാറ്. അപ്പം ഞാൻ വെള്ളയപ്പത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചു. പിന്നെ അരി എടുത്തു, കഴുകി. ഇനിയിപ്പോൾ അരി ഞങ്ങൾ റൈസ് കുക്കറിലാണ് വെക്കുക. അപ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് കഴുകുക, ഇടുക, പിന്നെ തിളയ്ക്കുമ്പോൾ എടുത്ത് വയ്ക്കല്ലേ വേണ്ടോ. മറ്റേ അടുപ്പിൽ വയ്ക്കുന്ന, വിറകടുപ്പിൽ വയ്ക്കുന്ന അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ ഞാനിനി അച്ഛന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പരിപ്പ് കുത്തിക്കാച്ചി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അച്ഛൻ ചോറും ചായയും എല്ലാം ആയിട്ടാണ് പോവാം കേട്ടോ. അച്ഛൻ ഒരു 7:30 ആകുമ്പോഴേക്കും പോവും, അപ്പോഴേക്കും ആവും വേണം. അപ്പോൾ പരിപ്പ് കുത്തിക്കാച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപ്പൊക്കെ നന്നായി കഴുകി ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചു. അപ്പോൾ ഇനി രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് ചിക്കൻ കറിയാണ് വേണ്ടല്ലോ. അല്ല, ചിക്കൻ കറിയാണുള്ളത്, വേണ്ടല്ലോ എന്നല്ല, ചിക്കൻ കറി ആയിട്ടുള്ള ചിക്കൻ നല്ല വാങ്ങിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്കുള്ള സവോളയൊക്കെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ കുറച്ച് സവോള തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്തു, ഒക്കെ അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ പരിപ്പ് നന്നായി തിളയ്ക്കുന്നുണ്ട്, കറി ഞാൻ കാച്ചി. പിന്നെ ഇതാ നമ്മുടെ ചിക്കന് തിള വന്നിട്ടുണ്ട്. ഇനി വെള്ളയപ്പം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ പിള്ളേരൊക്കെ ഒരു 7 മണിയോട് കൂടി എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഊറ്റി ഇനി അതൊക്കെ നിറയ്ക്കണം. അച്ഛൻ്റെ ചോറ്റും പാത്രത്തിലും മോളുടെ ചോറും പാത്രത്തിലൊക്കെ നിറയ്ക്കണം. അതുപോലെ അച്ഛന് ചായക്കടി ആക്കണമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യാണ്. ഇനി ചോറിന് അച്ഛൻ ഇന്ന് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കുത്തിക്കാച്ചിയും കൊണ്ടാട്ടമുളകും, പിന്നെ ഞാൻ ഇഞ്ചുമ്പുളി ആട്ടം കൊടുത്തയക്കണേ. അപ്പോൾ ഇഞ്ചുമ്പുളി കൊടുത്തയക്കുമ്പോൾ ചോറിലിട്ടാൽ നന്നായി ഇതാവില്ലേ. അപ്പോൾ ഞാൻ വാഴയിലയിൽ ഇങ്ങനെ ഇട്ടിട്ട് മടക്കിയിട്ട് വെക്കാനാണ്. പിന്നെ കൊണ്ടാട്ടമുളക് ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ സെറ്റായി. പിന്നെ അച്ഛന് കൊണ്ടുപോകാനുള്ള വെള്ളയപ്പം ചിക്കൻ കറി എന്താ ഒരു പാത്രത്തിൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ മോൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ്, ചിക്കൻ കറി, ചിക്കൻ വറുത്തതാണ്. അപ്പോൾ അച്ചാച്ചൻ പോകാനുള്ളതെല്ലാം ഒതുക്കി വയ്ക്കുക, വർക്കിംഗ് ഡ്രസ്സും സാധനങ്ങളൊക്കെ അച്ചാച്ചൻ വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ പിള്ളേരെല്ലാവരും അച്ചാച്ചൻ്റെ ചുറ്റും നിന്നിട്ട് ഓരോ വർത്താനം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നേരത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി കുളിച്ചു, അല്ലെങ്കിൽ പിന്നെ എളുപ്പമല്ല അവരെടുത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ.